നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് മുതൽക്ക് അല്ലെങ്കിൽ ഫലം വരുന്നതിന് തൊട്ടുമുമ്പ് മുതൽക്ക് ഇവിടുത്തെ കോൺഗ്രസ്സുകാരും UDF നേതാക്കളും UDF പ്രവർത്തകരും അവരുടെ സൈബർ ഗുണ്ടകളുമൊക്കെ സഖാവ് സ്വരാജിനെ ട്രോളുന്ന ഒരു തിരക്കിലാണ്. പൂമരം വീണു, നിലപാടുകളുടെ രാജകുമാരൻ മലന്നടിച്ച് വീണു, സാംസ്കാരിക നായകന്മാരുടെ പിന്തുണ ഏശിയില്ല എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. പരിഹസിക്കുന്നവർക്ക് എന്ത് പറയാം, തോറ്റവരെ പരിഹസിക്കുന്നത് നമ്മുടെ നാട്ടിലൊരു ക്രൂര വിനോദവുമാണ്. അത് ഞാൻ ഏതായാലും ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. സ്വരാജിനെ പല സന്ദർഭങ്ങളിലും പരിഹസിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹത്തെ ഈ സമയത്ത് വീണ്ടും പരിഹസിക്കുന്നതിൽ എനിക്ക് താല്പര്യമില്ല. സ്വരാജ് എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ച് വലിയ വിശകലനവും നടത്തേണ്ട ആവശ്യമില്ല. ഒന്നാമത് UDFന് വലിയ മേൽക്കോയ്മയുള്ള മണ്ഡലമാണ്. ആര്യാടന്മാരുടെ തട്ടകമാണ്. ആര്യാടൻ മുഹമ്മദ് എത്രയോ തവണ അവിടെ നിന്ന് ജയിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഷൗക്കത്ത്. ആര്യാടൻ ഇല്ലാതെ ഷൗക്കത്ത് മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായിട്ടും ഷൗക്കത്തിന് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. പിന്നെ ഇദ്ദേഹം വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. സ്വരാജിനെ പോലെ വലിയ താത്വികനോ ദാർശനികനോ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറൊന്നുമല്ല. ആര്യന്മാർക്ക് മേൽക്കൈയുള്ള നിലമ്പൂരിലെ ഒരു സാധാരണ മനുഷ്യൻ. അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായിരുന്നു. പൊതുപ്രവർത്തകനാണ്. വളരെ കാലമായിട്ട് അവിടെ ഉള്ള ആളാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ നിലമ്പൂരിലെ ജനങ്ങളുടെ മുമ്പിൽ 2 ചോയ്സാണ്. ഒന്നുകിൽ വളരെ പണ്ഡിതനും പരിണതപ്രജ്ഞനുമായ സ്വരാജിനെ ജയിപ്പിക്കുക, അല്ലെങ്കിൽ വിളിച്ചാൽ വെളിപ്പുറത്തുള്ള ഷൗക്കത്തിനെ തിരഞ്ഞെടുക്കുക. ജനങ്ങൾ രണ്ടാമത്തെ ഓപ്ഷനാണ് സ്വീകരിച്ചത്. നിലമ്പൂരെ കുണ്ടൻ ഇടപെടികൾ ടാറിടാനായിട്ട്, അല്ലെങ്കിൽ കത്താത്ത തെരുവുകളൊക്കെ കത്തിക്കാനായിട്ട്, പേപ്പട്ടി ശല്യം നിയന്ത്രിക്കാനായിട്ട്. അതിനേക്കാൾ ഉപരി ഈ മലയോര പ്രദേശമുണ്ട്, കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കാട്ടുപോത്തിൻ്റെയൊക്കെ ഉപദ്രവമുണ്ട്. കടുവ വരെ ഇറങ്ങാറുണ്ട്. ഇങ്ങനെയുള്ള സമയത്ത് ജനങ്ങളുടെ കൂടെ നിൽക്കാനായിട്ട്, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ, പിന്നെ ഓണത്തിനും വിഷുവിനും സംക്രാന്തിക്കും പെരുന്നാളിനും ക്രിസ്മസിനുമൊക്കെ അവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ, അവരുടെ വീടുകളിൽ നടക്കുന്ന കല്യാണത്തിനും അടിയന്തരത്തിനും ചാത്തത്തിനും മാമോദീസയ്ക്കും അതുപോലെ മാർക്ക കല്യാണത്തിനൊക്കെ വരാൻ ഒരു MLA വേണം. അങ്ങനെയുള്ള ഒരു MLA ആണ് നിലമ്പൂർക്കാർ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും ഷൗക്കത്തിനെ ജയിപ്പിക്കണം, അല്ലെങ്കിൽ അൻവറിനെ ജയിപ്പിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും നിലമ്പൂർ കൂടുതൽ ആളുകൾ പണ്ഡിതനെയോ അല്ലെങ്കിൽ ദാർശനികനെയോ ഇഷ്ടപ്പെടുന്നവരല്ല. അവർക്ക് വേണ്ടത് സാധാരണക്കാരുടെ കൂടെ നിൽക്കുന്ന, അവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേരുന്ന, അല്ലെങ്കിൽ അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുന്ന ഒരു MLA ആണ്. തൃപ്പൂണിത്തുറക്കാർ ആഗ്രഹിച്ച അതേ രീതിയിൽ തന്നെ തൃപ്പൂണിത്തുറയിൽ ഇദ്ദേഹം ഒരുപാട് വികസന പ്രവർത്തനങ്ങളും നടത്തി. പാലത്തിൻ്റെ ടോൾ എടുത്ത് കളഞ്ഞു, പൊളിഞ്ഞ റോഡ് നന്നാക്കി. പക്ഷേ ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് എന്താണ്? ജനങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരുന്നത് കല്യാണത്തിനും അടിയന്തരത്തിനും പോകുന്ന, മരണവീടുകളിൽ മുടങ്ങാതെ എത്തുന്ന ഒരു MLA ആയിരുന്നു. അതുകൊണ്ട് അവർ ബാബുവിനെ വീണ്ടും സ്വീകരിച്ചു. ഇത് തന്നെയാണ് ഇപ്പോൾ നിലമ്പൂരും ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. നാട്ടുമ്പുറത്തുകാരനായ, നാട്ടുകാരുടെ സന്തോഷത്തിലും സങ്കടത്തിലും പങ്കുചേരുന്ന ഷൗക്കത്ത് മതി. പണ്ഡിതനും ചിന്തകനും പൂക്കളുടെ പുസ്തകം എഴുതിയ ആളുമായ സ്വരാജ് വേണ്ട. അദ്ദേഹം ചിന്തകനായിട്ട് എവിടെ? പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ട് തിരുവനന്തപുരത്തോ തൃപ്പൂണിത്തുറയിലോ വേറെ എവിടെയെങ്കിലും പോയിക്കോട്ടെ. നിലമ്പൂർക്കാർക്ക് ഷൗക്കത്ത് മതി എന്നവർ തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം ജയിച്ചു. ഇത്രേ ഉള്ളൂ. PV അൻവർ 20,000 വോട്ട് പിടിച്ചിട്ട് പോലും LDFന് ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് പ്രധാനം. LDFൻ്റെ വോട്ടുകൾ മിക്കവാറുമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ അന്യഥ ഷൗക്കത്തിന് കിട്ടുമായിരുന്നില്ലാത്ത 20,000-ഓളം വോട്ടുകളാണ് അൻവറിലേക്ക് പോയിട്ടുള്ളത്. ഈ അൻവർ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ അതിൻ്റെ ഗണ്യമായൊരു ഭാഗം സ്വരാജിന് കിട്ടുമായിരുന്നു. അത് സംഭവിച്ചില്ല. നേരെ മറിച്ച് ഇദ്ദേഹം ഇത്രയധികം വോട്ട് പിടിച്ചിട്ടും ഒരു ത്രികോണ മത്സരത്തിൻ്റെ ആനുകൂല്യം ഉണ്ടാക്കി സ്വരാജിന് ജയിക്കാനും പറ്റിയില്ല. സ്വരാജിൻ്റെ മണ്ഡലത്തിൽ ജയിക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ, അദ്ദേഹത്തിൻ്റെ വാർഡിൽ, അദ്ദേഹം വോട്ട് ചെയ്ത ബൂത്തിൽ എല്ലായിടത്തും ഷൗക്കത്ത് മുന്നിലെത്തി എന്ന് ആളുകൾ പറയുന്നുണ്ട്. അതിലൊന്നും വലിയ കഥയില്ല. ഒരു പ്രവാചകനും അവൻ്റെ സ്വന്തം നാട്ടിലോ നഗരത്തിലോ അംഗീകരിക്കപ്പെടുകയില്ല എന്ന് ബൈബിളിൽ തന്നെ പറഞ്ഞിട്ട്. ഇപ്പോൾ ബൈബിളിൽ പറഞ്ഞൊരു കാര്യം സ്വരാജായിട്ട് തിരുത്താൻ പറ്റില്ല. പണ്ട് M. വിജയകുമാർ അരുവിക്കര മണ്ഡലത്തിൽ മത്സരിച്ചപ്പോൾ ഇത് തന്നെ സംഭവിച്ചു. അപ്പോൾ അവനവൻ്റെ വീട്ടിലും അല്ലെങ്കിൽ നാട്ടും പുറത്തും അംഗീകാരം ഉണ്ടോ എന്നുള്ളതല്ല, ജനങ്ങളുടെ അംഗീകാരം പൊതുവേ ഉണ്ടോ എന്നുള്ളതാണ് പ്രധാനം. പിന്നെ നിലമ്പൂർ പോലത്തെ ഒരു ഗ്രാമീണ മണ്ഡലത്തിൽ ഈ സാംസ്കാരിക നായകന്മാരൊന്ന് പ്രസംഗിച്ചാലൊന്നും വലിയ മാറ്റം ഉണ്ടാവില്ല. അവരാരും പുസ്തകം വായിക്കാത്തവരോ അല്ലെങ്കിൽ സംസ്കാരമില്ലാത്തവരോ അല്ലാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പൊതുവേ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ വലിയ സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ സാംസ്കാരിക നായകരൊന്നും ജനങ്ങളെ തിരിച്ചറിയില്ല. ഇനി തിരിച്ചറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അന്യഥ ഇവരുടെ ഒന്നും ശുപാർശ ഇല്ലാതെ തന്നെ അവർ സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഷൗക്കത്തിന് വോട്ട് ചെയ്യും. ഷൗക്കത്തും സാംസ്കാരികമായിട്ട് മോശപ്പെട്ട ആളൊന്നുമല്ലല്ലോ. അത് ഒരു സിനിമാ നിർമ്മാതാവാണ്, ഭേദപ്പെട്ട സിനിമകൾ എടുത്തിട്ടുള്ള ആളാണ്. ആ നിലയ്ക്ക് നാട്ടിലൊരു അംഗീകാരമുള്ള ആളാണ്, പുസ്തകം വായിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. സാംസ്കാരിക നായകർ പറഞ്ഞനുസരിച്ചിട്ടൊന്നുമില്ല ആളുകൾ വോട്ട് ചെയ്യുക. ഞാൻ എൻ്റെ വളരെ പഴയ ഒരു അനുഭവം നിലമ്പൂരുമായി ബന്ധപ്പെട്ട് ഇവിടെ പങ്കുവയ്ക്കാം. ഈ പറഞ്ഞതിൽ ഒരു തരി പോലും അതിശയോക്തിയില്ല.
ഞാൻ ഇന്ത്യ വിഷൻ ചാനലിൽ വാരാന്ത്യം നടത്തി വലിയ ജനപ്രീതി നേടിയിരിക്കുന്ന സമയത്താണ്. അന്ന് ഞാൻ എന്തോ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് നിലമ്പൂർക്ക് പോവുകയാണ്. ഞാൻ ആലുവയിൽ നിന്ന് ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിൽ കയറി ഷൊർണൂരിൽ ഇറങ്ങും. ആ ട്രെയിനിലുള്ള ബഹുഭൂരിപക്ഷം ആളുകൾ എന്നെ തിരിച്ചറിയും, കുശലം പറയും, പരിപാടിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഷൊർണൂരിൽ ഇറങ്ങുമ്പോൾ സ്ഥിതി തന്നെയാണ്. ആ റെയിൽവേ സ്റ്റേഷനിലുള്ള അനവധി ആളുകൾ സാറിൻ്റെ മറ്റേ അഭിപ്രായം ഗംഭീരമായിട്ടോ, ഇത് കലക്കിട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഈ പാസഞ്ചർ വണ്ടിയിൽ കയറി നിലമ്പൂർക്ക് പോവുകയാണ്. അതിലുള്ള ഒരാൾ പോലും എന്നെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ എനിക്ക് തന്നെ ഒരു അതിശയം തോന്നി. ഈ നാട്ടിൽ ഇത്ര പ്രസിദ്ധനായി എന്നെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ തിരിച്ചറിയുന്ന ആളുകൾ എന്തുകൊണ്ട് ഈ ട്രെയിനിൽ കയറിയപ്പോൾ തിരിച്ചറിയുന്നില്ല? ഞാൻ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ആ വണ്ടിയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ നടന്നു നോക്കി. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കയറി. പക്ഷേ ഒരു കുഞ്ഞു പോലും ഈ പ്രസിദ്ധനായ അഡ്വക്കേറ്റ് ജയശങ്കറിനെ തിരിച്ചറിയുന്നില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഈ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് കൃഷിഫലന്മാരും സാധാരണക്കാരും പാവങ്ങളുമാണ്. ഇവരാരും ന്യൂസ് ചാനൽ കാണുന്നില്ല, അവർ ഇന്ത്യ വിഷൻ കാണുന്നില്ല, അവരാരും വാരാന്ത്യം കാണുന്നില്ല. ഇതാണ് സ്ഥിതി. അങ്ങനെയുള്ള ആളുകളാണ്, അവരുടെ കുറ്റമല്ല, അവരുടെ ജീവിത സാഹചര്യങ്ങൾ അതാണ്. അപ്പോൾ അവിടെ പോയിട്ട് വലിയ കൊടി കെട്ടിയ സാംസ്കാരിക നായകരും സാഹിത്യകാരന്മാരും ജനങ്ങൾക്ക് മനസ്സിലാവാത്ത ഭാഷയിൽ ഈ സ്വരാജ് മഹാനാണ്, ഇദ്ദേഹം ഇല്ലെങ്കിൽ കേരള നിയമസഭയുടെ യശസ് ഇടിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞാൽ അവർ പറയണ സത്യമാണെങ്കിൽ പോലും ജനങ്ങളതിന് വലിയ വില കൽപ്പിക്കില്ല. കാരണം ജനങ്ങൾ അന്നത്തെ അത്താഴത്തിന് കഷ്ടപ്പെടുന്ന ആളുകളാണ്. അവർക്ക് ഇങ്ങനെയുള്ള ബുദ്ധിജീവികളെ പണ്ഡിതന്മാരും ഒന്നുമല്ല വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പി രാജീവ് വടക്കേക്കര മത്സരിച്ചപ്പോൾ ഉണ്ടായ അവസ്ഥ. അന്നും സാംസ്കാരിക നായകരൊക്കെ ഉണ്ടായിരുന്നു, സാനുമാഷ്, ബി ആർ കൃഷ്ണയ്യർ എന്ന് വേണ്ട ഈ നാട്ടിൽ കൊടി കെട്ടിയ ആളുകളൊക്കെ രാജീവിന് വേണ്ടി പ്രസ്താവന ഇറക്കി. പക്ഷേ ആ പ്രസ്താവനയ്ക്കൊന്നും ഒരു ബലവും കിട്ടില്ല. അന്ന് വരെ കോൺഗ്രസ്സുകാർ ജയിക്കാത്ത വടക്കേക്കര മണ്ഡലത്തിൽ എം എ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരൻ വളരെ നിസ്സാരമായിട്ട് പുല്ലുപോലെ പാസ്സായി. ഇത്ര ഉള്ളത് എൻ്റെയൊക്കെ കാര്യം. പിന്നെ സ്വരാജ് ഗംഭീരമായിട്ട് ഫൈറ്റ് ചെയ്തു, അതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടാമതും ഒരു പരാജയം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ ബാധിക്കുമെന്നൊക്കെ ചിലർ പറയുന്നു. ഞാനങ്ങനെ വിചാരിക്കുന്നില്ല. അദ്ദേഹം കുറച്ചുകൂടി നല്ലൊരു മണ്ഡലത്തിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ജയിച്ച് വീണ്ടും കേരള നിയമസഭയിൽ എത്തട്ടെ, നിയമസഭയ്ക്ക് ഒരു മുതൽക്കൂട്ടായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താൽക്കാലത്തേക്ക് വിട. ലാൽ സലാം, ധീരസഖാവേ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.